സ്വാമി എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കാവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? ഇന്ന് വരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് ഒരു പരാതി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇവിടെ വരുന്നവരുടെ സുഖമായവരുടെ ഒന്നും വീഡിയോ ഇടുന്നില്ലെന്ന്. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്വാമി, നമ്മൾ വരുന്നവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ബുദ്ധിമുട്ടിയിട്ടല്ലേ ലാസ്റ്റ് ഇവിടെ ഒരു അഭയം നോക്കിയിട്ടാണ് ഇവർ ഇവിടെ എത്തുന്നത്. അപ്പോൾ അവരെ നമ്മൾ വീണ്ടും വീഡിയോ എടുത്തിടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇതൊക്കെ അവർ കൊണ്ടുവന്നതാണോ? അപ്പം അവർ ഓരോരുത്തർ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ സുഖമാകുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ വീഡിയോ എടുക്കുന്നില്ല അല്ലേ സ്വാമി? അതല്ലേ സത്യം? അത് എടുക്കുന്ന മോശമല്ലേ സ്വാമി? അതാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് പ്രചരിക്കാത്തത്. കാര്യം ഇവിടെ ഒരുപാട് പേര് സ്വാമിക്ക് മുണ്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടില്ലയോ? തോർത്ത്, മുണ്ട്, പട്ട്, പിന്നെ കരിക്ക്, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് പേര് 2-3 പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് അവർ നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീഡിയോകളൊന്നും എടുത്ത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. കാര്യം നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ സ്വാമിയുടെയും നമ്മുടെ കാവിൻ്റെയും ഇവിടെ പല ആൾക്കാരും പലയിടത്തും പോയിട്ട് അവസാനം കൊട്ടാമല കൊച്ചു കാവ് കയറി എൻ്റെ മുന്നിൽ വന്നപ്പോൾ സുഖമായവർ എനിക്ക് കൊടുക്കാനും കാവിലൊടുക്കാനും പൂമാലയും ചള്ളും ചോറും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും സോഷ്യൽ മീഡിയയിലിട്ട് നമ്മൾ കാണിക്കുന്നില്ല. നമ്മളിട്ട് കൊടുക്കത്തില്ല. നമ്മുടെ സ്വാമിയുടെയും നമ്മുടെ കാവിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ പിന്നെ നമ്മൾ മറ്റ് വീഡിയോകളൊന്നും വരാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പലയിടത്തും പോയി അലഞ്ഞു തിരിഞ്ഞ് വരുന്നവരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാവ് മൊത്തം പോയി അലഞ്ഞു തിരിഞ്ഞ് അവരുടെ ഉപ്പാട് വന്നിട്ടാണ് അവരിവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അവരെ വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. അതാണ് നമ്മുടെ ഒരു രീതി. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെടുക്കാത്തത് അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ പോയവരല്ലേ ഇവിടെ എത്തുന്നത്. അപ്പോൾ പിന്നെ പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വീഡിയോ എടുക്കുന്നത് മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വരുന്നുണ്ട്. അതായത് കാര്യങ്ങളൊക്കെ സുഖമായവരൊക്കെ തന്നെ വീണ്ടും അവരുടെ ബന്ധുക്കാരെയൊക്കെ കൂട്ടി ഇവിടെ എത്തുന്നുണ്ട് ഇല്ലേ സമയം? അതിൽ വളരെ സന്തോഷമുണ്ട് ഇല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റി നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ, ഏകദേശം 4 ലക്ഷം രൂപ പോലും ചിലവാക്കിയവർ നമ്മുടെ ഈ കാവിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനും നമ്മൾ ഈ ഒരു സ്വാമിയെ പരിചയപ്പെടുത്താനും താമസിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർ പറയുന്ന കേൾക്കണം 4 ലക്ഷം, പിന്നെ ഇതേപോലെ കല്യാണം ശരിയാവാന്ന് പറഞ്ഞ അമ്മമാരെ പറ്റിച്ച് 40,000 50,000 ഒക്കെ മേടിച്ച ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കിയ ആളുകളാണ് നമ്മുടെ ഈ ഒരു കാവിലെത്തുന്നതെന്ന് എനിക്കറിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ കാവും ഈ സ്വാമിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ലേറ്റായിപ്പോയി. അതിലെനിക്ക് വളരെ വിഷമമുണ്ട്. അമ്മമാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം. 45,000 രൂപ കൊടുത്ത മകൻ്റെ കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 45,000 രൂപ മേടിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ പൈസ മേടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. നമ്മുടെ ഈ ഒരു കാവെന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു കാവെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാവാണ്. ഈ ഒരു കാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുള്ളൊരു കാവാണ്. നമ്മൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയ കാവല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇത്രയും ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു സ്ഥലമാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു കാവാണ്. നമ്മൾ ഇന്നലത്തെ ഉള്ള കാവല്ല. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഫെസിലിറ്റീസേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള സൗകര്യത്തിൽ ഒരുപാട് പേര് തൃപ്തിപ്പെട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. നമുക്ക് ഈ ഒരു ചെറിയൊരു ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരുന്നവർ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെ തേടി എത്തുന്നുണ്ട് അല്ലേ? അപ്പം അപ്പം നമ്മൾ അങ്ങനെ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നതോ ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൊച്ചു കാവാണ്. പക്ഷേ നമ്മളിവിടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കുക എന്നുള്ളതാണ്. നമുക്കങ്ങനെ വലിയ സെറ്റപ്പോ ഈ പറഞ്ഞ കണക്ക് 3 നേരം ആഹാരവും അങ്ങനെയൊന്നും കൊടുത്ത് നമ്മൾക്ക് ഇതിങ്ങനെ ഒരു ബിസിനസ്സാക്കി കൊണ്ടുപോകാനുള്ള ലക്ഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡിൽ എല്ലാവരും എടുക്കാവൂ. അപ്പോൾ അത്യാവശ്യം വരുന്നവർ
ആഹാരമോ ഈ ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവരുന്ന് കഴിക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമുക്കിവിടെ വലിയ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. കാര്യം ഇത് നമ്മളൊരു ബിസിനസ് മൈൻഡിൽ കാണുന്നതല്ല. ഈ അപ്പച്ചൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു കാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് സുഖമായി മാറുന്നുണ്ട്. പല്ലി വരെയും കറിഞ്ഞ്. അപ്പോൾ ഈ അപ്പൂപ്പൻ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അപ്പനപ്പൂപ്പന്മാരായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാവാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ നേരെ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരിക. അവിടുന്ന് തൊട്ടടുത്ത ഓട്ടോക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി. അതിൽ നേരെ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തുക. അവിടുന്ന് നേരെ നമ്മുടെ MGL റെഡി മിക്സ് പ്ലാന്റ് ചോദിക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അത്യാവശ്യം ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വാളകം മേഴ്സി MGL റെഡി മിക്സ് പ്ലാന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക്, അതായത് വാളകം മേഴ്സി MGL റെഡി മിക്സ് പ്ലാന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കാവ്. അതിൻ്റെ തൊട്ടടുത്ത് ആ റബ്ബറും തോട്ടത്തിൻ്റെയും നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെയും കൂടെ ഇടയിലൂടെയുള്ള ആ വഴിയിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ കാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പം ഇവിടെ എത്താൻ സാധിക്കും. വേറെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ സ്വാമി? ഇല്ല, ഇവര് ഈ വഴി നോക്കി വന്നാൽ മതി. ഈ ഒരു വഴി നോക്കിയാകുമ്പോൾ എളുപ്പത്തിൽ ഇവിടെ എത്താൻ പറ്റും അല്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. ഞായറാഴ്ചയൊക്കെ ഏകദേശം ഞായറാഴ്ച എനിക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങിയ വൈകിട്ട് ഒരു 8 മണി വരെ, രാവിലെ 6 മണി മുതൽ 8 മണി വരെ നമുക്ക് ഇവിടുന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കിവിടെ അത്യാവശ്യം ആളുകളുണ്ട്. എന്നാലും നമ്മൾ ഈ പ്രായം ഒന്നും നോക്കാതെ ദൂരെ നിന്ന് വരുന്നവരെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട് അല്ലേ? മുമ്പേ വരുന്നവരെ നമ്മൾ കറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. നമ്മളിവിടെ ടിക്കറ്റും പാസ്സൊന്നും വെച്ചിട്ടില്ല നിലവിൽ. അപ്പോൾ മുമ്പേ ദൂരെ നിന്ന് വരുന്നവരെ അവർ മുമ്പേ വരുന്നവരെ ഇറങ്ങി വന്ന് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം സമയം എടുത്താണ് നമ്മുടെ സ്വാമി ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ സ്വിച്ചിട്ട് ലൈറ്റ് കത്തുന്ന കണക്ക് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്കി കുത്തി അങ്ങ് വിടുവല്ല. അത്യാവശ്യം ഓരോ പ്രശ്നങ്ങൾ ചോദിച്ച് പുള്ളി അതിൻ്റെതായ രീതികളൊക്കെ ചെയ്ത് കാര്യങ്ങൾ നീറ്റാക്കിയാണ് അവരെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് തന്നെ അല്പം സമയം എടുക്കും. ഏകദേശം അരമണിക്കൂറോളമൊക്കെ എടുത്താണ് ഒരാൾ, അരമണിക്കൂറും ഒക്കെ എടുത്താണ്. ചിലപ്പോൾ 3/4 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഒരാൾക്ക് എടുക്കും. അത് ചിലപ്പം ഈ പറയുന്ന കണക്ക് വലിയ കേസാവും ചെറിയ കേസാവും, കേസിനനുസരിച്ച് അതിനനുസരിച്ച് സ്വാമി നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞിരുന്നല്ലേ. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കേസ് ഉണ്ടെങ്കിൽ വന്നാൽ സ്വാമി അങ്ങ് പെട്ടെന്ന് സാധിച്ചു കൊടുക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ സമയം, വലിയ കാര്യങ്ങൾക്ക് വലിയ സമയം എടുത്താണ് നോക്കുന്നത്. അല്ലാതെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എഴുതി കുത്തി വിടുന്ന പരിപാടിയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് നടക്കണം. അതാണ് നമ്മുടെ സ്വാമിയുടെ ഒരു പവർ അല്ലേ സ്വാമി? അതുപോലെ നമ്മുടെ ഒരുപാട് പേര് ഈ അമ്പലമൊക്കെ ഒന്ന് വലുതാക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പണിയാൻ പറ്റത്തില്ല. കാര്യം ബാക്കി എവിടെ വേണമെങ്കിലും പണിയാൻ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിച്ചാത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ വെയിലും മഴയും കിട്ടണം അല്ലേ? കിണർ വെട്ടാനൊക്കെ ഉള്ള വഴി ആളുകളൊക്കെ നമുക്ക് സെറ്റാക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വെയിലും മഴയും കിട്ടണം അല്ലേ? നനയണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.